കാസർഗോഡ് ഹണി ട്രാപ്പ് കേസ് പ്രതി ശ്രുതി ചന്ദ്രശേഖരൻ പിടിയിലായി. കർണാടകയിലെ ഉടുപ്പിയിൽ നിന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, വലിയ തട്ടിപ്പ്, ഏറെ നാളായി ഒളിവിലായിരുന്നു, ഇപ്പോൾ വലയിലാവുന്നു. വിവരങ്ങൾ എന്താണ് അരുൺ പാറയ്ക്കൽ? റീജിത്ത്, ഇന്ന് ഉച്ചയോട് കൂടിയാണ് ഉടുപ്പിയിലെ ലോഡ്ജിൽ വെച്ച് ശ്രുതി ചന്ദ്രശേഖരനെ കസ്റ്റഡിയിലെടുക്കുന്നത്. മക്കളും ശ്രുതി ചന്ദ്രശേഖരനൊപ്പം ഉണ്ടായിരുന്നെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇന്ന് കുറെ ദിവസങ്ങളായി ഈ ശ്രുതി ചന്ദ്രശേഖരന് വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു കാസർഗോഡ് പോലീസ്. വിവിധ സ്റ്റേഷനുകളിൽ ശ്രുതി ചന്ദ്രശേഖരനെതിരെ നിരവധി കേസുകളുണ്ട്. സംസ്ഥാനത്തെ 9 ജില്ലകളിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പ്, ഹണി ട്രാപ്പ് പോലുള്ള തട്ടിപ്പ് ശ്രുതി ചന്ദ്രശേഖരൻ നടത്തിയിട്ടുണ്ടെന്നാണ് പ്രാഥമികമായി പുറത്തുവന്ന വിവരം. ഇനിയും കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. പോലീസുകാരെ ഉൾപ്പെടെ അവരെ കബളിപ്പിച്ചുകൊണ്ട് പണം തട്ടിയെടുത്തിട്ടുണ്ട്. ഈ കേസിൽ കാസർഗോഡ് മേൽപ്പറമ്പ് സ്റ്റേഷന്റെ എടുത്ത കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ശ്രുതി ചന്ദ്രശേഖരൻ ഒളിവിലായിരുന്നു. കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനായി ശ്രമിച്ചിരുന്നു, പക്ഷേ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചില്ല. അതോടുകൂടി സംസ്ഥാനം വിടുകയായിരുന്നു. എന്തായാലും ഉടുപ്പിയിലെ ലോഡ്ജിൽ വെച്ചാണ് ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ഉടൻ തന്നെ കാസർകോട്ടേക്ക് എത്തിക്കും. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. റീജിത്ത്, പോലീസുകാരടക്കം തട്ടിപ്പിനിരയാകുന്ന സാഹചര്യം, ഒരുപാട് മാട്രിമോണി അക്കൗണ്ടുകൾ, പിന്നീട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട അനുബന്ധ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന, ഇതൊക്കെ നമ്മൾ കണ്ടു. ഇനി ഒരുപാട് കാര്യങ്ങളിൽ വലിയ ചുരുളഴിയാനുണ്ടല്ലോ ഈ കേസുമായി ബന്ധപ്പെട്ട്. ഈ കസ്റ്റഡി അതിനിർണായകമായി മാറും അല്ലേ അരുൺ പാറയ്ക്കൽ? റീജിത്ത്, അത് തന്നെയാണ്. ശ്രുതി ചന്ദ്രശേഖരന്റെ ഈ പോലീസ് കസ്റ്റഡിയിലെടുത്തത് നിർണായകമായി മാറുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ പോലീസുകാരെ ഉൾപ്പെടെ ശ്രുതി ചന്ദ്രശേഖരൻ കബളിപ്പിച്ചത് ഈ ISRO ഉദ്യോഗസ്ഥ, അതുപോലെ തന്നെ സിവിൽ സർവീസ് അക്കാദമിയിലെ സ്റ്റുഡന്റ് എന്നിങ്ങനെയുള്ള പല പേരുകളിലായിരുന്നു. ISROയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ചമഞ്ഞ 2021 കാസർഗോഡ് ടൗൺ സ്റ്റേഷനിൽ ഒരു തട്ടിപ്പ് നടത്തിയിരുന്നു. അന്ന് ഈ തട്ടിപ്പിന് ഇരയായത് ഒരു പോലീസുകാരൻ കൂടിയുണ്ട്. അദ്ദേഹത്തിനെതിരെ കള്ളക്കേസ് കുടുക്കി. അദ്ദേഹത്തിന്റെ ശമ്പളം ഉൾപ്പെടെ തടഞ്ഞു വെക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. എന്തായാലും കുറെ പോലീസുകാരുൾപ്പെടെയുള്ള നിരവധി ആളുകളെ ഈ ശ്രുതി ചന്ദ്രശേഖരന്റെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. കണ്ണൂർ, അതുപോലെ തന്നെ തൃശൂർ കേന്ദ്രീകരിച്ച് ഈ ശ്രുതി ചന്ദ്രശേഖരൻ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അതുപോലെ ഈ ശ്രുതി ചന്ദ്രശേഖരനെതിരെ പരാതി പറയുന്ന, അല്ലെങ്കിൽ തട്ടിപ്പ് മനസ്സിലാക്കി എന്ന് തോന്നുന്ന ആളുകളെ മക്കളെ ഉപയോഗിച്ച് പോക്സോ കേസിൽ കൊടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇനി കൂടുതൽ തെളിവുകൾ പോലീസിന് ശേഖരിക്കണം. പ്രത്യേകിച്ച് ഈ ISROയുടെ ID കാർഡ് ഉൾപ്പെടെ ഇപ്പോഴും ശ്രുതി ചന്ദ്രശേഖരന്റെ കൈവശമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ കസ്റ്റഡി എടുത്ത സമയത്ത് ആ തെളിവ് കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് ആ വിവരം പുറത്തുവിട്ടിട്ടില്ല. നാളെ കാസർഗോഡ് എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തും. തുടർന്ന് വിശദമായ ചോദ്യം ചെയ്യൽ നടത്തും. അതിനുശേഷം വീട്ടിലുൾപ്പെടെ പരിശോധന നടത്തേണ്ടതുണ്ട്. ശ്രുതി ചന്ദ്രശേഖരൻ ഈ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയത്, സാമ്പത്തികമായ തട്ടിപ്പ് നടത്തിയത് ആരുടെ അക്കൗണ്ടിലേക്കാണ്? ലക്ഷങ്ങളാണ് തട്ടിയെടുത്തത്. ഈ പണം ആരുടെയൊക്കെ അക്കൗണ്ടുകളിലേക്ക് പോയി, എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്ന കാര്യങ്ങളൊക്കെ തന്നെ പോലീസിനെ കണ്ടെത്തേണ്ടതുണ്ട്. ശരി, മറ്റു കണ്ണികളുണ്ടോ എന്നുള്ള കാര്യത്തിലടക്കം ഒരു വ്യക്തത അന്വേഷണ സംഘം വരുത്തും. എന്തായാലും ശ്രുതി ചന്ദ്രശേഖരൻ പിടിയിലായിരിക്കുകയാണ്.